എത്ര കഴിച്ചാലും മതി വരാത്ത ഒന്നാണല്ലേ ബട്ടർ ചിക്കൻ. അതിൻ്റെ കൂടെ ബട്ടോറയും കൂടി ആണെങ്കിലോ പറയേ വേണ്ട. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കഴുകി വെച്ച ചിക്കനിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചില്ലി പൗഡറും ചിക്കൻ മസാല പൗഡർ ക്യുമിൻ പൗഡർ തൈര് സോയാ സോസ് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴുണ്ടല്ലോ അതിലോട്ട് ബട്ടർ ചേർത്തിട്ട് ഒന്ന് മെൽട്ടായി വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല കേട്ടോ. നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ചിക്കൻ 2 ഭാഗവും കുക്കായി വന്നാലുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വെക്കുക കേട്ടോ. ഇനി ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത പാനിലോട്ട് തന്നെ 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്തിട്ട് അതൊന്ന് മെൽട്ടായി വന്നതിന് ശേഷം അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, ഞാനിവിടെ 1 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴച്ചെടുക്കുക. ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് വരും. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലോട്ട് 1 തക്കാളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ 1 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്തിട്ടുണ്ട്. ചില്ലി പൗഡർ, ഗരം മസാല പൗഡർ, ചിക്കൻ മസാല പൗഡർ, ക്യുമിൻ പൗഡർ, പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഈ ബട്ടർ ചിക്കൻ നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടി ഞാനതിലോട്ട് കാഷ്യും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. കാഷ്യൂ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഇനി അതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാവാൻ വേണ്ടി വെക്കുക. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം ഉണ്ടല്ലോ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് സെയിം പാനിലോട്ട് തന്നെ ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളപ്പിക്കാം. തിളപ്പിക്കുന്ന സമയത്ത് തന്നെ 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർക്കുന്നുണ്ട്. കാരണം നമ്മളെ മെയിൻ ആളിന്ന് ബട്ടറാണ്. ഇനി അതിലോട്ട് നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ സമയത്ത് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കാരണം ചെറിയൊരു മധുരമാകുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കസൂരി മേത്തി ലീവ്സും ഇട്ട് നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ക്രീമാണോ കുക്കിംഗ് ക്രീമാണോ ഏതാണ് അവൈലബിൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ബട്ടർ ചിക്കൻ ഒന്ന് കൊഴുപ്പിച്ചെടുക്കണം. എനിക്കിതിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ബട്ടൂരയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണേ.